ഇന്നത്തെ തിരുനാൾ നമ്മൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ വിത്തുകളെ പ്രതിയുള്ള തിരുനാൾ സഭ ആഘോഷിക്കുന്ന ദിവസമാണ്. വിത്തുകളെ പ്രതിയുള്ള 15-ാം തീയതിയാണ് ആ തിരുനാൾ പ്രത്യേകം ഓർമ്മിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഈ സമയത്താണ് സത്യത്തിൽ ഈ കൃഷിയൊക്കെ ഇറക്കുന്ന ഒരു സമയം. അപ്പോൾ കൃഷി ഇറക്കുന്ന ആ വേളയിൽ ഭൂമിയുടെ തന്നെ പ്രതീകമായി നിൽക്കുന്ന, ഫലപുഷ്ടമായ ഒരു ഭൂമിയുടെ പ്രതീകമായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ ആ മാധ്യസ്ഥം തേടിക്കൊണ്ടുള്ള ഈ നാട്ടിലെ നമ്മൾ മനുഷ്യരുടെ പ്രത്യേകമായ പ്രവർത്തനമാണ്. ഈ വെളിനാടുകളിൽ ഇപ്പോൾ തണുപ്പിൻ്റെ സമയമാണ്. പക്ഷേ തണുപ്പിൻ്റെ സമയമാണെങ്കിലും അവർ വിത്ത് വിതയ്ക്കുന്നതിൻ്റെ ഒരു സമയമൊക്കെയാണ് ഇപ്പോൾ. അതവർ മൂടിയിടുകയൊക്കെ ചെയ്യും. അങ്ങനെ ഈ മണ്ണിൽ കിടന്ന് ഈ വിത്ത് ഒരു പാകമായി അത് യഥാസമയത്ത് അത് വളർന്നു വരും. അങ്ങനെയാണ്. അപ്പോൾ വിത്തുകളെ പ്രതിയുള്ള മാതാവിൻ്റെ ഈ തിരുനാൾ, അതിലെ രസകരമായി പറയപ്പെടുന്ന ഒരു കാര്യം ഇതാണ്. ഹെരോദോസ് രാജാവിനെ ഭയന്ന് പരിശുദ്ധ അമ്മയും യൗസേപ്പ് പിതാവും കർത്താവായ യേശു ക്രിസ്തു കുഞ്ഞായിരിക്കുന്ന കർത്താവിനെയും കൊണ്ട് അവർ യാത്രയാകുമ്പോൾ ഈജിപ്തിലേക്ക് യാത്ര പോകുന്ന വേളയിൽ അവിടെ ഒരു കർഷകൻ വിതയ്ക്കുന്നുണ്ടായിരുന്നു. ഇതിന് പുറകെ പടയാളികൾ കടന്നു വന്നു. അവരോട് ചോദിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, ഇതുവഴി ഒരു കുഞ്ഞും അപ്പനും അമ്മയും കടന്നു പോകുന്നത് കണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു, കടന്നു പോകുന്നത് കണ്ടു, പക്ഷേ അത് ഞങ്ങൾ വിത്ത് വിതച്ചുകൊണ്ടിരുന്ന അവസരത്തിലാണ്. അത് നോക്കുമ്പോൾ ഇതാ വയലേലുകൾ കൊയ്ത്തിന് പാകമായിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇതൊരു ഐതിഹ്യമാണ്. പക്ഷേ കർത്താവിൻ്റെ ഒരു അത്ഭുതം നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ആ പടയാളികൾ അവർ നിരാശരായിട്ട് അവർ തിരികെ പോയി എന്നാണ് ആ ഐതിഹ്യം പറയുന്നത്. കർത്താവ് നമ്മളെ സംരക്ഷിക്കുന്നു. ആരെല്ലാം എന്തെല്ലാം പദ്ധതികൾ മെനഞ്ഞാലും ദൈവത്തിൻ്റെ ആ ഒരു സംരക്ഷണം നമ്മുടെ കൂടെ എപ്പോഴുമുണ്ട് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിക്കണം, മനസ്സിലാക്കണം. അത് സത്യമായ കാര്യം ആണ് താനും. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ വിത്തുകളെ പ്രതിയുള്ള ഈ മാതാവിൻ്റെ തിരുനാൾ ദിവസത്തിൽ നമ്മളുടെ കൃഷി, നമ്മളുടെ വയലേലകൾ, നമ്മുടെ ആടുമാടുകൾ, നമ്മുടെ ജലവിഭവങ്ങൾ എല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്ന ഒരു ദിവസമാണ്. നമ്മൾ അധ്വാനിക്കുന്നു എങ്കിലും അത് ഫലം തരേണ്ടവൻ ദൈവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിത്ത് വിതറുന്നു എന്നുള്ളതല്ലാതെ ആ വിത്തിൻ്റെ കരുത്ത്, ആ വിത്ത് സംരക്ഷിക്കുന്നത്, ആ വിത്ത് നമുക്ക് ഫലമായിട്ട് നൽകുന്നത് എല്ലാം ദൈവത്തിൻ്റെ പദ്ധതിയാകുന്നു എന്ന് നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ഭൂമിയെ ആദരിക്കുന്ന ഒരു ദിവസമാണ് സത്യത്തിൽ ഈ ജനുവരി മാസം 15-ാം തീയതി വിത്തുകളെ പ്രതിയുള്ള മാതാവിൻ്റെ തിരുനാൾ.